അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് സർദാർ KM പണിക്കർ. മിക്ക PSC എക്സാമുകൾക്കും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഒരുപാട് പദവികൾ അലങ്കരിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തി തന്നെയാണ് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ ജനനം 1895, മരണം 1963. ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ് ജനനം. പൂർണ്ണനാമം കാവാലം മാധവപ്പണിക്കർ. നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, ചരിത്രകാരൻ, ഭരണാധികാരി, നയതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ തിളങ്ങിയ ബഹുമുഖ പ്രതിഭ. മദ്രാസിൽ സ്വരാജ്യത്തിൻ്റെ പത്രാധിപർ ആയിരുന്നു. സ്വരാജ്യം എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു KM പണിക്കർ മദ്രാസിൽ. ഡൽഹി ആസ്ഥാനമാക്കി ദ ഹിന്ദുസ്ഥാൻ ടൈംസ് ആരംഭിച്ചു. ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ ജനനം. പൂർണ്ണനാമം കാവാലം മാധവപ്പണിക്കർ. നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, ചരിത്രകാരൻ, ഭരണാധികാരി, നയതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ തിളങ്ങിയ ബഹുമുഖ പ്രതിഭ. മദ്രാസിൽ സ്വരാജ്യത്തിൻ്റെ പത്രാധിപർ ആയിരുന്നു. ഡൽഹി ആസ്ഥാനമാക്കി ദ ഹിന്ദുസ്ഥാൻ ടൈംസ് ആരംഭിച്ചു. 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗമായി. ഐക്യരാഷ്ട്ര പ്രതിനിധി സംഘത്തിലെ അംഗമാണ് സർദാർ KM പണിക്കർ. പാട്യാല രാജാവിൻ്റെ വിദേശകാര്യമന്ത്രിയും ബിക്കാനീറിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻ്റായിരുന്നു സർദാർ KM പണിക്കർ. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ആസ്പദമാക്കി സർദാർ രചിച്ച നോവലാണ് കേരള സിംഹം. 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗമായി. ഇദ്ദേഹം ഐക്യരാഷ്ട്ര പ്രതിനിധി സംഘത്തിലെ അംഗമായിരുന്നു. പാട്യാല രാജാവിൻ്റെ വിദേശകാര്യമന്ത്രിയും ബിക്കാനീറിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻ്റായിരുന്നു സർദാർ KM പണിക്കർ. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ആസ്പദമാക്കി സർദാർ രചിച്ച നോവലാണ് കേരള സിംഹം. പഴശ്ശി രാജയെ കേരള സിംഹൻ എന്ന് വിശേഷിപ്പിച്ചതാര് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് സർദാർ KM പണിക്കറാണ്. രാജ്യസഭാംഗമായ ആദ്യ മലയാളിയാണ് സർദാർ KM പണിക്കർ. ചൈനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ അംബാസഡർ ആയ വ്യക്തിയാണ്. 1948 ചൈനയിലേക്ക് ഇന്ത്യൻ അംബാസഡറായി നിയമിക്കപ്പെട്ടത്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ സമിതിയിലെ മലയാളിയായ അംഗമാണ് സർദാർ KM പണിക്കർ. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കറാണ്. രാജ്യസഭാംഗമായ ആദ്യ മലയാളി, ചൈനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ അംബാസഡർ 1948. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ സമിതിയിലെ മലയാളിയാണ് സർദാർ KM പണിക്കർ. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പറങ്കിപ്പടയാളികൾ, കേരള സിംഹം, 2 ചൈനകൾ. 1963 ഡിസംബർ 10 അന്തരിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.